ഞങ്ങൾ ചിന്തിക്കുന്നത് ഒറ്റപ്പാലത്തിനൊരു മാറ്റം വേണമെന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ചില ആളുകൾ സംശയിക്കുന്നത്, ചില മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് ഇതെന്തോ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തെയും അങ്ങനെ ആരുടെയും കോട്ടയാണെന്നും പറഞ്ഞിട്ടൊന്നും എഴുതി തള്ളാൻ പറ്റൂല കേട്ടോ. അങ്ങനെ കണക്കാക്കാനൊന്നും പറ്റൂല. ഒരു വേവിങ് വന്നാൽ, ജനങ്ങളിങ്ങ് തീരുമാനിച്ചാൽ ഇളകാത്ത ഒരു കോട്ടയും ഈ ലോകത്തുണ്ടായിട്ടില്ല. അത് പാലക്കാടിന് അനുഭവം ഉണ്ടല്ലോ. പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചൊലിച്ചു പോയൊരു പഴയ കാലമുണ്ട്. ഒന്നിച്ചൊലിച്ചു പോയി. അങ്ങനെ ഒരു കാലമുണ്ട് പാലക്കാടിന്. ഈ ഒറ്റപ്പാലം മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് അപ്രാപ്യമൊന്നുമല്ല. ഇവിടെ ഏതാ വർഷം നിനക്കറിയില്ല. ഇതിന് തൊട്ട് മുമ്പ് ഒരു 16 കൊല്ലം മുമ്പോ, എത്ര 16 എത്ര കൊല്ലം മുമ്പ്, 21 കൊല്ലം മുമ്പ് ഇവിടെ പി ബാലട്ടൻ ജയിച്ചിട്ടുണ്ടല്ലോ. 1977 ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയമായ മാറ്റം ജനങ്ങളെ സ്വാധീനിക്കും. കേരള ജനത ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ത്വര കേരളീയ സമൂഹത്തിൽ വളരെ വളരെ പ്രകടമാണ്. അതിൻ്റെ പ്രതിഫലനം ഒറ്റപ്പാലം അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഉണ്ടാകും. നമ്പർ 1. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. എന്താണ് അഴിമതി എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചു. ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയാണ്, ഞാനിപ്പോൾ ഇത് പറയാനൊന്നും പോകുന്നില്ല. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം. എനിക്ക് എൻ്റെ ഒരു അനുഭവമുണ്ട്. 2016 മുതൽ 2021 വരെ ഷൊർണൂർ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നപ്പോൾ ഞാൻ ജനങ്ങളുടെ കൂടിയായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ കൂടിയായിരുന്നു. നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ആ കാലഘട്ടത്തിൽ എൻ്റെ പ്രകടന പത്രിക പരിശോധിക്കുക. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യവും നടപ്പാക്കാതിരുന്നില്ല. എല്ലാം നടപ്പാക്കി. അവശേഷിച്ച കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെച്ചതിൻ്റെ ഉദ്ഘാടനമാണ് പിന്നെ നമുക്ക് നടന്നത്. തുടങ്ങി വെച്ചതിൻ്റെ ഉദ്ഘാടനം പിന്നീട് നടത്താൻ വേറെ ആൾ വന്നു എന്നുള്ളത് വസ്തുതയാണ്.